റിസൾട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? എങ്ങനെയാ നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എന്നെ അനുഭവം എടുക്കുന്നു വിചാരിച്ചില്ലേ? നീ ഒറ്റക്ക് ആരും കാണാതെ പോയിട്ട് റിസൾട്ട് നോക്കിയതാണോ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു ചുറ്റും? കിട്ടിയ ഓരോ സബ്ജക്ട് എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടുണ്ടോ? ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും. എല്ലാവരും പഠിക്കണ കാണുമ്പോൾ ഒരു പഠിക്കാനൊരു ബൂതി ഉണ്ടാവും. പ്ലസ് ടു പഠിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? റിപ്പീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായ നല്ലതൊരു ഡിസിഷൻ ആയിരുന്നു. ഹായ്, പ്ലസ് വൺ പ്ലസ് ടു ജെഇ ഒന്നും നോക്കാതെ എജ്യൂപോർട്ടിന്റെ ജെഇ റിപ്പീറ്റർ ക്യാമ്പസ് പഠിച്ചിട്ട് ജെഇ ഫേസ് 1-ൽ 99.6 വാങ്ങിയ നമ്മുടെ മുഹമ്മദ് സാമിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ആൻഡ് സാമി അവന്റെ ത്രൂ ഔട്ട് ജേർണി നിങ്ങൾക്കായി പറയും. കുറച്ച് സംസാരിച്ചിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് ഓരോ പോയിന്റും നിങ്ങൾ ഒരു ജെഇ ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇൻസ്പിറേഷനിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, വെൽക്കം സാമി ആൻഡ് കൺഗ്രാറ്റ്സ്. എന്ത് തോന്നുന്നു ഇപ്പോ? സമാധാനാണല്ലേ? എന്താ സമാധാനം? അതായത് ഇനി അഡ്വാൻസിന് മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ളതോ? ഇനി ഇത് നോക്കണ്ടെന്നുള്ളത്. യെസ്, അതായത് 99.6 ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ജെഇ മെയിൻസ് വെച്ച് അഡ്മിഷൻ കിട്ടുക NIT കാലിക്കറ്റിലാണ്. അതിൽ ഏത് ബ്രാഞ്ചും എന്താണ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി സീരിയസ് ആയിട്ട് ജെഇ അഡ്വാൻസിലേക്ക് നോക്കുക എന്നുള്ള ഏതെങ്കിലും IIT-കളൊക്കെ സ്വപ്നം, ഇന്ന ബ്രാഞ്ച് എന്നൊക്കെ സ്വപ്നം ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചില്ല, പക്ഷെ IIT മദ്രാസ് കിട്ടിയ IIT മദ്രാസ് കിട്ടുക. ഏത് ബ്രാഞ്ച്? നീ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഉമ്മ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നു. എവിടെയാണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുള്ളൂ? ഓക്കെ ഓക്കെ റൈറ്റ്. എങ്ങനെയാ ഈ ഒരു എഞ്ചിനീയറിങ്ങിനോടൊക്കെ ഇത് തോന്നി തുടങ്ങിയ? കമ്പ്യൂട്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഒരു ഓക്കെ, കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ളൊരു. ഓക്കെ ഓക്കെ റൈറ്റ്. സാമിയുടെ കേസിൽ പിന്നെ സാമി ഒരു വളരെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അതായത് ഇവന് ബയോ സയൻസ് നാട്ടിൽ തൊട്ടടുത്ത് സ്കൂൾ കിട്ടുമായിരുന്നു, പക്ഷെ അപ്പം ബയോളജിയും പഠിക്കണം ലാംഗ്വേജും പഠിക്കണം. അപ്പോഴാണ് അവന് ഏകദേശം ഒരു മണിക്കൂർ അകലെ യാത്ര ചെയ്ത് പോകാവുന്ന ഒരു ടെക്നിക്കൽ സ്കൂൾ പോയാൽ ബയോളജിയും പഠിക്കേണ്ട ലാംഗ്വേജും പഠിക്കേണ്ട എന്ന് മനസ്സിലായപ്പോൾ പ്ലസ് 1 പ്ലസ് 2 എന്താണ് ആ ടെക്നിക്കൽ സ്കൂളിൽ പോയത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവൻ വളരെ എന്താ പറയുക, ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിൻ്റെ ഡിസിഷൻസ് എന്തുണ്ട്, കുറച്ച് റിസ്കുകളൊക്കെ, അത് എല്ലാ കേസിലും ഇങ്ങനെ റിസ്കുകളൊക്കെ എടുക്കാറുണ്ടോ നീ? അത് ശരിയാണെന്ന് തോന്നുന്നു. ഒറ്റ ഡിസിഷൻ അങ്ങ് എടുക്കും അല്ലേ? പിന്നെ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തീരുമാനിച്ച ഡിസിഷൻ എടുത്താൽ പിന്നെ അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള അതുപോലെ തന്നെ ഒരു ഡിസിഷൻ ആയിരിക്കും. ഇപ്പം എജ്യൂപോർട്ട് ചൂസ് ചെയ്യാൻ എന്താ കാരണം? പ്ലസ് ടുവില് വീഡിയോസ് കണ്ട് മാരത്തോൺ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു. കെമിസ്ട്രി ആ ചോയ്സ് ഇപ്പം റിസൾട്ട് വന്നപ്പോൾ ഓക്കെ 99.6 കിട്ടിയപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടുത്തെ ഒരു നമ്മുടെ ഹോസ്റ്റലും നമ്മുടെ ക്ലാസ്സും അതിനെ കുറിച്ചൊക്കെ നിന്റെ ഒരു അഭിപ്രായം, അനുഭവം എന്താ? ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആണ്, ടോപ്പ് ക്ലാസ് തന്നെയാണ്. ഹോസ്റ്റലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹോസ്റ്റൽസ് തന്നെയാണ്. ഓക്കെ ഓക്കെ റൈറ്റ്. പിന്നെ ഇപ്പം നിന്റെ ഒരു കേസിൽ പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നതും ഹോസ്റ്റലും എന്നുള്ളൊരു പ്രോബ്ലം, അങ്ങനെ ഒരു ചോയ്സ് വരുമ്പോൾ ഏതാ നീ എപ്പോഴും എടുക്കുക? ഇപ്പം ഇല്ല കുറേ കുട്ടികൾ ഇപ്പോൾ ഓൺലൈൻ റിപ്പീറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കും. നിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ? ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും, എല്ലാവരും പഠിക്കണ കാണുമ്പോൾ ഒരു പഠിക്കാനൊരു ബൂതി ഉണ്ടാവും. വീട്ടിലാവുമ്പോ അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ജെഇ ഫേസ് 1 എഴുതിയതിനു ശേഷം ഇത്രയും ദിവസം നീ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല തോന്നുന്നില്ലേ? നീ പഠിച്ചു തുടങ്ങുമോ? ഇന്ന് ഹോസ്റ്റലിലേക്കാണോ പോകുന്നത്? നാളെ ഹോസ്റ്റലിലേക്ക് എത്തല്ലേ? ഓക്കെ ഓക്കെ റൈറ്റ്. പിന്നെ ഓരോ സബ്ജക്ട് എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടുണ്ടോ? NCERT വായിക്കലില്ല, പക്ഷെ മൊഡ്യൂൾ വായിക്കലുണ്ട് എജ്യൂപോർട്ടിന്റെ. നമ്മളെ മെറ്റീരിയലിന് വായിക്കാറുണ്ട്. അത് നല്ല അടിപൊളി മൊഡ്യൂൾ ആയിരുന്നു അത്യാവശ്യം. പിന്നെ NCERT വായിക്കേണ്ടെന്നാണോ നീ അങ്ങ് ഡിസൈഡ് ചെയ്താണോ, അല്ലെങ്കിൽ എന്താ NCERT? കാരണം ഭയങ്കര ബോറാന്ന് എനിക്കും പലപ്പോഴും ഫീൽ ചെയ്തിട്ടാണ്. ഫിസിക്സ് NCERT വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും പറയാറില്ല. കെമിസ്ട്രി പറയാറുണ്ട്, എല്ലാവരും NCERT വായിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ കെമിസ്ട്രി ആണ് നിനക്ക് 97% അങ്ങനെയുള്ളൂ അല്ലേ കെമിസ്ട്രിയിൽ? അതെന്താ എല്ലാവരും എപ്പോഴും നമ്മൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യണം, ഫുള്ള് സ്കോർ ചെയ്യണം എന്നുള്ളത്. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നീ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്താണോ? കെമിസ്ട്രി ഇഷ്ടല്ല, പിന്നെ കഷ്ടപ്പെട്ടിനി അത്യാവശ്യം കിട്ടി. കെമിസ്ട്രി ഏകദേശം ഫുള്ള് തീർത്തി. പക്ഷെ ഒരു കെമിസ്ട്രിയിൽ ആ ഫുൾ അങ്ങ് കിട്ടണം അങ്ങനത്തേക്കാളും കൂടുതൽ നീ താല്പര്യമുള്ള ഫിസിക്സും മാത്സിലും ആണെന്ന് തോന്നുന്നല്ലേ? ഫിസിക്സിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യൽ തന്നെയാണോ? ക്വസ്റ്റ്യൻ ചെയ്യല, ഫസ്റ്റ് തിയറി ഒക്കെ വായിക്കും, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ. വാട്ട് അബൌട്ട് ഇത് മാത്സ്? മാത്സ് ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യും. മാത്സ് കംപ്ലീറ്റ് പോർഷൻസ് തീർത്തുണ്ടോ? ട്രിഗ്നോമെട്രിയും കാൽക്കുലസും വായിച്ച് കുറച്ച് ബേസിക് തൊട്ടാണ്, ബാക്കിയൊക്കെ അത്യാവശ്യം കാൽക്കുലസും ഫണ്ടമെന്റൽസ് ഒക്കെ അറിയാം, അത് ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ ആവശ്യം വരുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അറിയാം. പക്ഷെ അതിൽ നിന്നുള്ള ഹൈ ഡെപ്ത് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. ആൻഡ് പിന്നെ ഈ ഒരു
റിസൾട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം എങ്ങനെയാ? നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. റിസൾട്ട് വരും എന്ന് പറഞ്ഞു, അല്ലെ വന്ന് തുടങ്ങി എന്ന് പറഞ്ഞു, എന്നിട്ട് അത് കുറച്ച് ഒരു ദിവസം കാത്തു കണ്ട ശേഷം 10-ാം തീയതി ഒന്നും വൈകുന്നേരം വരുന്നില്ല, പിറ്റേന്നാണ്. അങ്ങനെ കുറെ നേരം കാത്തുനിന്നു. അവസാനം കിട്ടിയപ്പോ സന്തോഷം ഉണ്ടായിരുന്നു. നീ ഒറ്റക്ക് ആരും കാണാതെ പോയിട്ട് റിസൾട്ട് നോക്കിയതാണോ, അല്ലെങ്കിൽ എല്ലാരും ഉണ്ടായിരുന്നു ചുറ്റും? എല്ലാരും ആരൊക്കെ ഉണ്ടായിരുന്നു? ഉമ്മ ഉണ്ടായിന്, അനിയനും അനിയത്തിയൊക്കെ എല്ലാരും നോക്കണ്ടേ. റിസൾട്ട് വന്നപ്പോ ഉമ്മാന്റെ ഒക്കെ ഹാപ്പി, എല്ലാരും ഹാപ്പി. ഉപ്പ സൗദിയിലാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ എന്താ പറയുന്നത്? നല്ല ഹാപ്പിയാണ്, പ്രൗഡാണ് ആണല്ലേ. പിന്നെ ഉപ്പാന്റെ ചിലപ്പോ ഒരു ആഗ്രഹമായിരിക്കും, തുടക്കം മുതലേ നീ ചെറുപ്പത്തിലെ നീ കമ്പ്യൂട്ടറൊക്കെ കൊണ്ട് കളിക്കുന്നൊക്കെ കണ്ടപ്പോ മൂപ്പർ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ നീ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവണം എന്നൊക്കെയുള്ള. അപ്പം പിന്നെ ഈ ഒരു കേസിൽ പിന്നെ റിസൾട്ടൊക്കെ വന്ന ഉപ്പ വിളിച്ച് സംസാരിച്ച ഭയങ്കര വികാര നിർഭരൊക്കെ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹാപ്പിയാണ്. ഇനി എന്താ അടുത്ത് ചെയ്യണ അങ്ങനെയൊക്കെ ചോദിച്ചിന്. ഓക്കെ റൈറ്റ് ഫൈൻ. ഉപ്പ അവിടെ എന്താ ഉപ്പാന്റെ പരിപാടി? ബിസിനസ്. ഉമ്മ എന്താ പറഞ്ഞത് റിസൾട്ട് വന്ന ആ ഒരു മൂമെന്റിൽ? ഉമ്മ ഹാപ്പിയാണ്, കിട്ടിയ പ്രതീക്ഷിച്ചതിനായിട്ട് നല്ല കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഓക്കെ റൈറ്റ്. ഈ 99.6 നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? 99 അടുത്ത പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിന്റെ അബവ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ലേ. ഇപ്പൊ എഡ്യൂപോർട്ടിന്റെ അവിടുത്തെ സിസ്റ്റത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? നല്ല ടീച്ചിങ് ആണ്. പിന്നെ ലാസ്റ്റ് കയറുന്ന എക്സാം ഒക്കെ നല്ല സൂപ്പർ, അത്യാവശ്യം നല്ല ലെവലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നേരത്തെ ക്ലാസ് കഴിഞ്ഞതോ? അതും നല്ല ഇഷ്ടപ്പെട്ടു. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നീ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എത്ര മണിക്കൂറൊക്കെ ഒരു ആവറേജ് നീ പഠിച്ചിട്ടുണ്ടാവും? ക്ലാസ് കഴിഞ്ഞാൽ അല്ലാതെ ക്ലാസ്സിൽ പഠിക്കാന്നല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കലില്ല അങ്ങനെ. അല്ലാതെ അത് പോർഷൻ കഴിഞ്ഞപ്പോ പിന്നെ ഫുള്ള് അത്യാവശ്യം. ആ സമയത്തൊക്കെ ഡെയിലി എത്ര പഠിച്ചിട്ടുണ്ടാവും? ഒരു 8 മണിക്കൂർ. 8 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതുപോലെ അഭിജിത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെങ്കിലുമൊക്കെ അതിന്റെ ഉത്തരം കിട്ടാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് പണ്ട് മുതലേ ഉള്ളതാണോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ നിനക്ക് നല്ലതായിട്ടാണോ തോന്നുന്നത്? ചില ആൾക്കാരൊക്കെ പറയും ഭയങ്കരമായിട്ട് നീ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ സമയം സ്പെൻഡ് ചെയ്ത്. എന്താ നിന്റെ ഒരു അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? എക്സാമിന് അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അല്ലാത്ത സമയമൊക്കെ ഏതെങ്കിലും കിട്ടിയാല് ആൻസർ കിട്ടിയാലും കുറച്ച് കഷ്ടപ്പെടും ചെയ്യും. ചിലപ്പോ ഉറങ്ങാതെ ഇരുന്ന് നോക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ ആലോചിക്കുന്നുണ്ടാവാം. ഉറങ്ങാതെ നോക്കണമെന്നില്ല, ഭക്ഷണം അങ്ങനത്തെ കണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ ആലോചിക്കും. കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കൺസെപ്റ്റുകൾ എന്ത് ചെയ്യും നമ്മളെ മനസ്സിലാവും. അതേസമയത്ത് പരീക്ഷയിൽ നീ അത് ചെയ്യാറില്ല. റൈറ്റ് അപ്രോച്ച്. അതായത് ജെയില് പൊതുവെ ഈ എൻട്രൻസിന്റെ സമയത്ത് ഈ സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പലരും ഒരു തെറ്റായ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാറുണ്ട്. ചിലപ്പോൾ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ആയിരിക്കും, നിങ്ങൾ ഒരുപാട് സമയമുള്ള ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ആവശ്യമില്ല, വിടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വിടുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ എക്സാമിന്റെ സമയത്ത്. അതേ സ്ഥാനത്ത് അല്ലാത്ത ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ ഡെപ്ത് എന്തായിരിക്കും കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ നല്ല അപ്രോച്ച്. എനിക്ക് തോന്നുന്നത് ഒരു 2% ആ ഒരു അപ്രോച്ച് കാരണം എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. നിന്റെ സെഷനൊക്കെ ഏതായിരുന്നു? ടഫ് ആയിരുന്നോ? മീഡിയം ഡിഫിക്കൽട്ട്. അത് കഴിഞ്ഞപ്പം ഈ ഒരു പെർസെന്റേജിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അത് കെമിസ്ട്രി വല്ലാതെ എഫേർട്ട് ഇട്ടില്ല, അപ്പൊ അതിൽ കുറച്ച് കുറയും. അതിനെ കുറിച്ച് അപ്പൊ ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നോ? റിഗ്രറ്റ് ഒന്നുമില്ല, അതിൽ കുറയുന്നുണ്ടായിരുന്നു. വലിയ ഡ്രീം എന്താ നിന്നെ ഈ ഇങ്ങനെ പഠിക്കാനൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്താ? ഒരു CS കമ്പ്യൂട്ടർ പഠിക്കണം, CS എടുക്കണം എന്നുള്ളൊരു ആ ചിന്ത. ഒരുപാട് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ സംശയമാണ്, പ്രത്യേകിച്ച് കേരള സിലബസ് പഠിക്കുമ്പോൾ ആ അവസാന സമയത്തൊക്കെ ലാബും ഇതൊക്കെ ആയിട്ട് ഒന്നും ഒരു എൻട്രൻസിനെ കുറിച്ച് തീരെ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ആ തുടക്കത്തിൽ നോക്കിയ കുട്ടികളടക്കം അവസാനമാകുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം നീ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം എന്നിട്ട് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഈ കുട്ടികളോട് എന്താ നിനക്ക് പറയാനുള്ളത്? എൻ്റെ +2 റിസൾട്ട് വന്നപ്പോൾ പിന്നെ നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വെക്കാം, വല്ല കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. റിപ്പീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി നല്ലതൊരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ? അപ്പം ആ സമയത്ത് നിനക്ക് ഇങ്ങനെ ഒരു ഡിലമ ഉണ്ടായിരുന്നോ, എന്താ റിപ്പീറ്റ് ചെയ്താൽ ഒരു കൊല്ലം പോവും? അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഒരു കൊല്ലം പോകുന്ന അങ്ങനെ ചിന്ത വന്നിട്ടില്ല. അതെന്താ ശരിക്കും അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർ ചിന്തിക്കാറുള്ളത്? കൊല്ലം പോയാലും പ്രശ്നമില്ല എന്നൊരു ചിന്തയിലായിരുന്നു.
അത് നമ്മൾ അന്ന് എടുത്ത പോലത്തെ റിസ്ക് അങ്ങ് എടുക്കുക ചെയ്തത് അല്ലേ? ആൻഡ് അതിപ്പം എന്ത് വന്നാലും നല്ല ഇതിലേക്ക് തന്നെ വന്നു. കീം എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? നീ കീം ക്രാഷിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. കീം പിന്നെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കീം വന്ന പിന്നെ അതിന് വല്ല എഫേർട്ട് കിട്ടിയില്ല, ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. +2 പഠിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ബോർഡ് എക്സാം തൊട്ടടുത്താണ്, മോഡൽ എക്സാം അടുത്ത ആഴ്ചയാണ്. ജെയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് നോക്കാം, റിപ്പീറ്റ് ചെയ്യാനൊക്കെ നോക്കാം. നല്ലൊരു ഡിസിഷനാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അല്ലേ? ആയിക്കോട്ടെ. അപ്പം താങ്ക് യു. ആൻഡ് ഇനി എന്ത് അഡ്വാൻസ് പഠിക്ക്, നല്ലൊരു എന്താ പറയുക റാങ്ക്, ജെ അഡ്വാൻസ് റാങ്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ഇതേപോലത്തെ ഇന്റർവ്യൂ ഇരിക്കാം. ശരിയാണ്.